കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക മാർച്ചും ധർണയും നടത്തി. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. CITU സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ വേഗത്തിലാക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കളക്ടറേറ്റിന് സമീപം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CITU സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാനത്തിന് തന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ തരണം, ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന അർഹതപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് തരണം. പുതുതായി നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, ഈ കേരളത്തിൽ ആകെയുള്ള ജനസംഖ്യ 3.5 കോടിയാണ്. 6 പേരെ എടുത്താൽ അതിലൊരാൾക്ക് പെൻഷൻ കിട്ടുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അതായത് ജനസംഖ്യയിൽ 1/6 പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. ആ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ 5-6 മാസം പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ മുടക്കം വന്നു. KSTA ജില്ലാ പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC മകേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V അനിത, S സത്യജ്യോതി, ജില്ലാ സെക്രട്ടറി PD ജോഷി, ട്രഷറർ J അജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.